Alhamdulillah, Alhamdulillahi Rabbil Alameen. Nahmaduhu wa nasta'inuhu wa nastaghfiruhu wa nastahdi wa na'udhu billahi min shururi anfusina wa min sayyiati a'malina. Man yahdillahu fala mudilla lahu wa man yudlilhu fala hadiya lahu. وأشهد أن لا إله إلا الله وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. بسم الله الرحمن الرحيم. والله خلقكم من تراب ثم من نطفة ثم جعلكم أزواجا ثم إذا أنتم بشر تنتشرون. ഏറ്റവും ആദരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, പ്രപഞ്ച സൃഷ്ടാവായ പടച്ച റബ്ബിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിലുടനീളം പാലിച്ച് ജീവിക്കണമെന്നും പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകളെ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പകർത്തി ഈമാനും തഖ്വയും കൈവരിച്ച് ജീവിക്കണമെന്ന് സ്വന്തത്തോടെന്ന പോലെ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഭൂമിക്ക് മുകളിലൂടെ നടന്നുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ ചവിട്ടി നടക്കുന്ന ഓരോ മണൽത്തരികളും വലിയ വലിയ സന്ദേശങ്ങളാണ് മനുഷ്യനോട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മണ്ണ് വല്ലാത്തൊരു അനുഗ്രഹമാണ്. മണ്ണ് വലിയ സന്ദേശമാണ് മനുഷ്യന് കൈമാറുന്നത്. പരിശുദ്ധ ഖുർആൻ പരിശോധിച്ചാൽ മണ്ണ് മനുഷ്യന് നൽകുന്ന 5 സന്ദേശങ്ങൾ ഖുർആനിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിയും. പരിശുദ്ധ ഖുർആനിൽ തുറാബ് എന്ന പദം 17 ആവർത്തിയാണ്
പരിശുദ്ധ ഖുർആൻ മനുഷ്യനോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. മണ്ണ് നൽകുന്ന സന്ദേശങ്ങളിൽ ഏറ്റവും പ്രസക്തമായത് മണ്ണിൽ നിന്നാണ് മനുഷ്യനെ അള്ളാഹു പടച്ചതെന്നും അങ്ങനെ പടച്ച സൃഷ്ടാവായ പടച്ച റബ്ബിനെ മനുഷ്യൻ അറിയണം എന്ന വലിയ സന്ദേശമാണ് അള്ളാഹുവിൻ്റെ ഖുർആൻ നൽകുന്നത്. സഹോദരങ്ങളെ, ജീവിതത്തിലുടനീളം നമ്മൾ ഓടി നടക്കുന്നത്, ഓരോ കാൽവെപ്പുകൾ നടത്തുന്നതും മണൽത്തരികളുടെ മുകളിലൂടെയാണ്. ആ മണൽത്തരികൾ നമ്മോട് വിളിച്ചു പറയുന്ന വലിയ ഒരു സന്ദേശം, സൃഷ്ടിച്ച അള്ളാഹുവിനെ, ഈ മണ്ണിനെയും മണ്ണിൽ നിന്ന് പടച്ച മനുഷ്യനെ സൃഷ്ടിച്ച അള്ളാഹുവിനെ അറിയണേ എന്ന വലിയ ഓർമ്മപ്പെടുത്തലാണ് മണ്ണ് മനുഷ്യന് നൽകുന്നത്. അള്ളാഹുവിൻ്റെ ഖുർആൻ പറഞ്ഞു, വമിൻ ആയാതിഹി അൻ ഖലഖകും മിൻ തുറാബിൻ. വമിൻ ആയാതിഹി, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ് അൻ ഖലഖകും മിൻ തുറാബ്, നിങ്ങളെ സൃഷ്ടിച്ചത് മണ്ണിൽ നിന്നാണ്. സുമ്മ ഇദാ അൻതും ബശറും തൻതശിറൂൻ, പിന്നീട് ലോകത്ത് വ്യാപിക്കുന്ന കണക്കെ മനുഷ്യനെ അള്ളാഹു ഭൂമിയിൽ യഥേഷ്ടം പരത്തുകയുണ്ടായി എന്നത് അള്ളാഹുവിൻ്റെ ഖുർആൻ സംസാരിച്ചു. അങ്ങനെ മനുഷ്യനെ സൃഷ്ടിച്ച അള്ളാഹു ആരാണ്? വീണ്ടും ഖുർആൻ സൂറത്തുൽ ഇസ്രാ പരിശോധിച്ചാൽ കാണാൻ കഴിയും, വല്ലാഹു ഖലഖകും മിൻ തുറാബ്. അള്ളാഹു ആരാണ്? ഖലഖകും മിൻ തുറാബ്, നിങ്ങളെ മണ്ണിൽ നിന്ന് പടച്ചവനാണ് നിങ്ങളുടെ സൃഷ്ടാവ്. സുമ്മ മിൻ നുത്ഫത്തിൻ സുമ്മ ജഅലകും അസ്വാജ, പിന്നീട് നിങ്ങളെ ബീജത്തിൽ നിന്ന് പിന്നീട് നിങ്ങളെ ഇണകളാക്കി ആണും പെണ്ണുമായി അള്ളാഹു യഥേഷ്ടം മനുഷ്യരെ ഈ പ്രപഞ്ചത്തിൽ അള്ളാഹു സൃഷ്ടിച്ചു. അവർ വിവാഹിതരായി, അവർ പരസ്പരം സംഗമിച്ച് ലോകത്ത് വ്യാപിക്കുന്ന മനുഷ്യനെ അള്ളാഹു സംവിധാനിച്ചു എന്നതാണ് അള്ളാഹുവിൻ്റെ ഖുർആൻ പറഞ്ഞത്. സുമ്മ ഇദാ അൻതും ബശറും തൻതശിറൂൻ, പിന്നീട് ഭൂമിയിലാകെ വ്യാപിക്കുന്ന കണക്കെ അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന വലിയ സന്ദേശമാണ് അള്ളാഹുവിൻ്റെ ഖുർആൻ നൽകുന്നത്. ഭൂമിയിലെ ഒട്ടനവധി ജീവജാലങ്ങളുണ്ട്, ഒട്ടനവധി സൃഷ്ടികളുണ്ട്. ആ സൃഷ്ടികളെപ്പോലെ വലിയ സന്ദേശമാണ് അള്ളാഹുവിൻ്റെ ഖുർആൻ മണ്ണിലൂടെ നൽകുന്നത്. നമ്മൾ ഭൂമിയിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്ന എത്ര വലിയ പർവ്വതങ്ങളെ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ സൂര്യനെ, ചന്ദ്രനെ, പർവ്വതങ്ങളെ, നക്ഷത്രങ്ങളെ, ഇതൊക്കെ അള്ളാഹുവിൻ്റെ അത്ഭുത സൃഷ്ടികളും അതൊക്കെ അള്ളാഹുവിൻ്റെ ആയാത്തുകളാണ് എന്നൊക്കെ അള്ളാഹുവിൻ്റെ ഖുർആൻ പഠിപ്പിച്ചു. അവിടൊക്കെ മനുഷ്യൻ അറിയേണ്ടത് ഈ ചവിട്ടി നടക്കുന്ന മണ്ണിനെ സംവിധാനിക്കുകയും ആ മണ്ണിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിക്കുകയും ചെയ്ത പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹുവിനെ അറിയണം. ആ റബ്ബിനെ മറന്നുകൊണ്ടുള്ള ജീവിതം പാടില്ല എന്നതാണ് മണ്ണ് നൽകുന്ന ഒന്നാമത്തെ സന്ദേശം. രണ്ടാമത്തെ സന്ദേശം ഖുർആൻ നൽകുന്നത് ഒരു ബഅസുണ്ട്, ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട് എന്നതാണ്. ഈ മരണത്തിന് അപ്പുറം ഒരു ജീവിതമുണ്ട് സഹോദരങ്ങളെ. അത് ഖുർആൻ നൽകുന്ന വല്ലാത്തൊരു ഓർമ്മപ്പെടുത്തലാണ്. അള്ളാഹു ഉറപ്പിച്ചു പറയുകയും എന്നാൽ അവിശ്വാസികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ നിഷേധിക്കുകയും ചെയ്യുന്ന ഒരു വലിയ സത്യത്തെ അള്ളാഹുവിൻ്റെ ഖുർആൻ വിളിച്ചു പഠിപ്പിക്കുന്നുണ്ട്. സഹോദരങ്ങളെ, പലപ്പോഴും മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ടോ എന്നതിനെക്കുറിച്ച് ഇന്നും ആളുകൾക്ക് സംശയമാണ്. അതൊക്കെ ഖുർആൻ മണ്ണുകൊണ്ട് സൃഷ്ടിച്ച മനുഷ്യൻ, ആ മനുഷ്യനെ സൃഷ്ടിച്ച അള്ളാഹു, ആ അള്ളാഹുവിൻ്റെ വാക്കുകൾ യഥേഷ്ടം കാതോർത്ത് കേൾക്കേണ്ടവരാണ്. ജീവിതം ഈ ദുനിയാവിൽ ജീവിച്ച് അവസാനിപ്പിക്കേണ്ടതല്ല. മരിച്ചു പോയാൽ പിന്നീട് ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട് എന്നതാണ് അള്ളാഹുവിൻ്റെ ഖുർആൻ നൽകുന്നത്. യാ അയ്യുഹൻ നാസ്, അവിടൊക്കെ ഖുർആൻ പ്രയോഗിച്ചത് യാ അയ്യുഹല്ലദീന ആമനു എന്ന വിളിയല്ല, മറിച്ച് ലോകത്തെ കോടാനുകോടി വരുന്ന മനുഷ്യന്മാരെ മുഴുവൻ അള്ളാഹു വിളിച്ചിട്ട് പറഞ്ഞു, യാ അയ്യുഹൻ നാസ് ഇൻ കുന്തും ഫീ റൈബിൻ മിനൽ ബഅസ്
ഉയർത്തെഴുന്നേൽപ്പിനെക്കുറിച്ച് നിങ്ങൾ സംശയത്തിലാണോ? നിങ്ങൾക്ക് മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട് എന്നതിനെക്കുറിച്ച് നിങ്ങൾ സംശയത്തിലാണോ? ഫഇന്നാ ഖലഖനാകും മിൻ തുറാബ്, നിങ്ങളെ സൃഷ്ടിച്ചത് മണ്ണിൽ നിന്നാണ്. സുമ്മ മിൻ നുത്ഫത്തിൻ, പിന്നീട് ബീജത്തിൽ നിന്നും. ഫഇന്നാ ഖലഖനാകും സുമ്മ മിൻ മുദ്അത്തിൻ മുഖല്ലക, പിന്നീട് നിങ്ങളെ മാംസപിണ്ഡമായി ഏറ്റവും നല്ല ശരീരഘടനയോടുകൂടി അള്ളാഹു നിങ്ങളെ സൃഷ്ടിച്ചിട്ടുണ്ട്. എന്നിട്ട് ഖുർആൻ ചോദിച്ചത് അഇദാ കുന്നാ തുറാബൻ അഇന്നാ ലഫീ ഖൽഖിൻ ജദീദ്, നിങ്ങൾക്ക് പിന്നീട് ഒരു ഉയർത്തെഴുന്നേൽപ്പില്ല എന്നതിനെക്കുറിച്ചാണോ നിങ്ങളിങ്ങനെ വിചാരിച്ച് ഈ ഭൂമിക്ക് മുകളിലൂടെ ഈ മണൽത്തരികളിലൂടെ ചവിട്ടി ഇങ്ങനെ ജീവിക്കുന്നത്? മനുഷ്യരെ, നിങ്ങൾ അറിയണം. വഖാലു അഇദാ കുന്നാ ഇളാമൻ, മനുഷ്യനിങ്ങനെ ചോദിച്ചു പോകും. എന്തുകൊണ്ട്? മനുഷ്യനെ മയ്യിത്തായി അവനെ ഖബറടക്കിയാൽ പിന്നീട് മണ്ണിനോട് ചേരും. ശരീരവും അവൻ്റെ എല്ലുകളും അവൻ്റെ മാംസങ്ങളും എല്ലാം മണ്ണിനോട് ചേർന്നു പോയിട്ട് പിന്നീട് ഒരു ഉയർത്തെഴുന്നേൽപ്പോ, മരണത്തിനപ്പുറം ഒരു ജീവിതമോ എന്ന് മനുഷ്യൻ ഇങ്ങനെ ചോദിക്കും. വറുഫാതൻ അഇന്നാ ലമബ്ഊസൂന ഖൽഖൻ ജദീദ്, ഒരു പുതിയ ജീവിതം അല്ലാഹു സമ്മാനിക്കുകയോ അതൊക്കെ സാധ്യമാണോ എന്ന് മനുഷ്യൻ ഇങ്ങനെ ചോദിക്കും. അവിടെ ഖുർആൻ നൽകുന്ന ഒരു ഉത്തരമുണ്ട്. വഖാലു അഇന്നാ കുന്നാ ഇളാമൻ, നിങ്ങൾ മരിച്ചുപോയതിന് ശേഷം എല്ലുകളും ശരീരത്തിലെ മുഴുവൻ മാംസങ്ങളും മണ്ണോട് ചേർന്നു കഴിഞ്ഞാലും പിന്നീട് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിച്ച് കൊണ്ടുവരിക എന്നത് അള്ളാഹുവിനെ സംബന്ധിച്ച് ഒരു പ്രയാസമുള്ള കാര്യമല്ല എന്ന് ഖുർആൻ മനുഷ്യനെ ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, തലമുറകളിലായി മനുഷ്യനിങ്ങനെ ചോദിച്ചു കൊണ്ടിരിക്കുകയാണ്, മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ടോ? അങ്ങനൊന്നും ഒരു ജീവിതമില്ല എന്നിങ്ങനെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ ലിബറൽ ചിന്താഗതി പലപ്പോഴും വ്യാപിച്ച് സോഷ്യൽ മീഡിയകളിലൂടെ ഇന്നത്തെ യുവതലമുറ ഏറ്റവും കൂടുതൽ ന്യൂജൻ സഹോദരങ്ങളെ, നമ്മളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന നമ്മളുടെ മക്കൾ ഒരുപക്ഷെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന വിശ്വാസവുമായിട്ടാണോ തിരിച്ച് അവനവൻ്റെ വീട്ടിലേക്ക് മക്കൾ തിരിച്ചു വരുന്നത് എന്നതിനെക്കുറിച്ച് ആലോചിച്ച് നോക്കണം. പലപ്പോഴും കുട്ടികളുടെ തലയിലേക്ക് കയറ്റിവിടുന്ന ആശയം മരണത്തിനപ്പുറം ഒരു ജീവിതമില്ല, ഇവിടെ ജീവിച്ച് അറുമാദിച്ച് ജീവിതം അവസാനിപ്പിക്കാനുള്ളതാണ്. അതുകൊണ്ട് എന്തും തോന്നിയതുപോലെ, യുവർ ചോയ്സ്, നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് എങ്ങനെയും ജീവിക്കാം. ആണിനെ വിവാഹം കഴിക്കുന്നത് പോലെ, പെണ്ണിനെ സ്വീകരിക്കുന്നത് പോലെ, അതല്ലെങ്കിൽ ഗെറ്റ് ടുഗദർ പോലെ എങ്ങനെയെങ്കിലും അടിച്ചു പൊളിച്ച് അറുമാദിച്ച് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ ആസ്വദിക്കണം. ഈ മരണത്തോടെ എല്ലാം അങ്ങ് അവസാനിക്കുകയാണ്, മരണത്തിനപ്പുറം ഒരു ജീവിതമില്ല, അങ്ങനെ ഒന്നില്ല എന്നൊക്കെ ബ്രെയിൻ വാഷ് ചെയ്യുന്ന എത്രയോ വാചകങ്ങളും വാക്കുകളുമാണ് ദിനേന ഞാനും നിങ്ങളും കേട്ടുകൊണ്ടിരിക്കുന്നത്. അവിടെയാണ് ഖുർആൻ മനുഷ്യനെ സൃഷ്ടിച്ച പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ പടച്ച റബ്ബ് മനുഷ്യനെ ഓർമ്മപ്പെടുത്തിയത്. മനുഷ്യരെ ഒന്നുമില്ലായ്മയിൽ നിന്ന് സൃഷ്ടിച്ച പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ്, ഇത്തിരിപ്പോന്ന മനുഷ്യൻ. ഖുർആൻ ആരാണ് അള്ളാഹു എന്ന് പഠിപ്പിക്കുമ്പോൾ അള്ളാഹു ബദീ ആണ് എന്നത് ഖുർആൻ പഠിപ്പിച്ചത് കാണാം. ബദീഉസ് സമാവാതി വൽ അർദ്, ബദീഉസ് സമാവാതി വൽ അർദ്. നമ്മൾ നോക്കിയാൽ ഈ ഭൂമി എത്ര വിശാലമാണ്, ആകാശം എത്ര വിശാലമാണ്. മേൽക്കൂരകളില്ലാതെ അത്യത്ഭുതകരമായി സംവിധാനിച്ച ഈ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള ചിന്ത മനുഷ്യരെ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സുകളിൽ ഉണ്ടാകണം. അങ്ങനെ മുൻ മാതൃകയില്ലാതെ സൃഷ്ടിച്ച പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ പടച്ച റബ്ബിനെ കുറിച്ചറിയണം. അവൻ ബദീ ആണ്. പ്രപഞ്ചത്തിലെ ഓരോ വസ്തുക്കളും മുമ്പ് ഇവിടെ ഇല്ലായിരുന്നു. ഇല്ലായ്മയിൽ നിന്ന് സൃഷ്ടിക്കാൻ പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹുവിന് മാത്രമേ കഴിയൂ എന്ന ഓർമ്മപ്പെടുത്തലാണ് അള്ളാഹുവിൻ്റെ ഖുർആൻ നൽകുന്നത്. അതുകൊണ്ട് മനുഷ്യരെ, നിങ്ങൾക്ക് മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട്. അവിടെ എല്ലാറ്റിനെ കുറിച്ചും ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു ദിവസമുണ്ട് എന്നതിന് ഖുർആൻ കൃത്യമായി പഠിപ്പിച്ചു. മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും. നിങ്ങളെ പുറത്തു കൊണ്ടുവരും. മരണത്തിനപ്പുറം, മരണത്തോടുകൂടി എല്ലാം അങ്ങ് അവസാനിച്ച്
പിന്നീട് എങ്ങനെയെങ്കിലും അങ്ങ് ആയിത്തീരും എന്നതല്ല ഖുർആൻ പഠിക്കുന്ന വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഉണ്ടാകേണ്ടുന്നത്. അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് നിങ്ങൾക്കൊരു തിരിച്ചുപോക്കുണ്ട്. ഖുൽ യതവഫാകും മലക്കുൽ മൗത്തില്ലദീ ഉക്കില ബികും സുമ്മ ഇലാ റബ്ബികും തുർജഊൻ. നിങ്ങളെ മടക്കി പോകുന്നത്, നിങ്ങൾക്കൊരു തിരിച്ചുപോക്ക് പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ അടുക്കലേക്കുണ്ട് എന്നതാണ് അള്ളാഹുവിൻ്റെ ഖുർആൻ പഠിപ്പിക്കുന്നത്. സഹോദരങ്ങളെ, ഒരു ബഅത്തുണ്ട്, ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്. മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട് മനുഷ്യരെ. മണ്ണുകൊണ്ട് പടച്ച മനുഷ്യ, നീ അറിയണം എന്ന സന്ദേശമാണ് രണ്ടാമതായി ഖുർആൻ നൽകുന്നത്. മൂന്നാമത്തത്, മനുഷ്യന് നൽകുന്ന മണ്ണു നൽകുന്ന സന്ദേശം, മനുഷ്യൻ ഒരിക്കലും അഹങ്കാരിയായി തീരാൻ പാടില്ല. മനുഷ്യൻ നിസ്സാരനാണ്, ദുർബലനാണ് എന്ന സന്ദേശമാണ് മനുഷ്യനോട് മനുഷ്യനെ സൃഷ്ടിച്ച മണ്ണ്, ആ സൃഷ്ടിപ്പ് കൊണ്ട് അള്ളാഹു ഉദ്ദേശിച്ചതെങ്കിൽ സഹോദരങ്ങളെ അതിനെക്കുറിച്ച് അറിയണം. റസൂലുള്ളാഹി പറഞ്ഞു, അൽ കിബറു ബതറുൽ ഹഖ്, അഹങ്കാരം കാണിക്കുക എന്നത് സത്യത്തിൽ നിന്ന് തിരിഞ്ഞു നിൽക്കലും, വഗംദുന്നാസ്, ജനങ്ങളോട് ധിക്കാരം കാണിക്കലുമാണ്. അഹങ്കാരം ഒരിക്കലും ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. ഒരാളോടും കയർത്തു സംസാരിക്കുന്ന ഒരു സ്വഭാവം ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. അത്ര നിസ്സാരനാണ്. മനുഷ്യൻ ചെയ്ത എല്ലാ അമലുകളും പൊളിഞ്ഞു പോകുന്നതിനെക്കുറിച്ച് പോലും അള്ളാഹുവിൻ്റെ ഖുർആൻ നൽകുന്ന സന്ദേശം കാണാം. ഫമസലുഹു കമസലി സഫ്വാൻ, ഒരു പാറ, ഒരു മൊട്ടക്കുന്നാണ്. ആ മൊട്ടക്കുന്ന് എന്താണ് അതിൻ്റെ പ്രത്യേകത? അലൈഹി തുറാബ്, ആ മൊട്ടക്കുന്നിൻ്റെ മുകളിൽ കുറച്ച് മണൽത്തരികളുണ്ട്. എന്നാൽ ഫഅസാബഹു വാബിൽ, അവിടെ ഒരു പേമാരി ആ സന്ദർഭത്തിൽ വർഷിക്കുകയാണ്. ഒരു മൊട്ടക്കുന്നാണ്. ആ മൊട്ടക്കുന്നിൻ്റെ മുകളിൽ കുറച്ച് മണലിങ്ങനെ ഇട്ടിട്ടുണ്ട്. ആ മണലിലേക്ക് ശക്തമായ പേമാരി വർഷിച്ചു. ഫതറകഹു സ്വൽദ, എന്നിട്ട് സംഭവിച്ചത് എന്താണ്? ആ മണ്ണ് മുഴുവൻ ഒലിച്ചു പോവുകയാണ്. ആ മൊട്ടക്കുന്നിൽ നിന്ന് അവിടെ ഉണ്ടായിരുന്ന സകല മണൽത്തരികളും അവിടുന്ന് ഒലിച്ചുപോയി. ലാ യഖ്ദിറൂന അലാ ശൈഇൻ മിമ്മാ കസബു വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ കാഫിരീൻ. ഏതുപോലെ മനുഷ്യ, നീ അഹങ്കരിച്ചാൽ, നീ മനുഷ്യരോട് തിന്മ ചെയ്താൽ, ഇത്തരത്തിൽ മൊട്ടക്കുന്നിൽ എത്ര തുള്ളി മണൽത്തരികളുണ്ടായിരുന്നുവോ അതൊരു പേമാരി വന്നപ്പോൾ ഒലിച്ചു പോയതുപോലെ നിന്റെ ജീവിതത്തിൽ അഹങ്കരിച്ചാൽ, തിന്മ ചെയ്താൽ നിന്റെ എല്ലാ നന്മകളും ഇത്തരത്തിൽ ഒലിച്ചു പോകുമെന്ന ഒരു വലിയ സന്ദേശമാണ് അള്ളാഹുവിൻ്റെ ഖുർആൻ നൽകുന്നത്. സഹോദരങ്ങളെ, വലിയ ശക്തമായ ഒരു പേമാരി പെയ്യണമെന്നില്ല, ചാറ്റൽ മഴ മതി, മനുഷ്യൻ ഒലിച്ചു പോകും എന്നൊരു പാഠം കൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ശക്തമായ ഒരു കൊടുങ്കാറ്റടിക്കേണ്ടതില്ല, ഒരു പേമാരി വരേണ്ടതില്ല. ദുർബലനായ നിസ്സാരനായ മനുഷ്യൻ ഈ ഭൂമിയിൽ കടകം പുഴുകി വീഴുന്നത് പോലെ മുഴുവൻ മനുഷ്യരെയും അള്ളാഹു ഇല്ലാതാക്കാൻ നിമിഷ നേരം മതി എന്ന വലിയ സന്ദേശമാണ് അള്ളാഹുവിൻ്റെ ഖുർആൻ നൽകുന്നത്. നാലാമത്തതായി അള്ളാഹുവിൻ്റെ ഖുർആൻ നൽകുന്ന സന്ദേശം, മനുഷ്യൻ ദുർബലരിൽ ഏറ്റവും വലിയ ദുർബലനാണ്. പലതരം മണ്ണുകളെക്കുറിച്ച് നമുക്കറിയാം. സഹോദരങ്ങളെ, പലപ്പോഴും മണ്ണുകൾ പരിശോധിക്കാറുണ്ട്. ആ മണ്ണ് പരിശോധിക്കുമ്പോൾ, ലാബിൽ പരിശോധിക്കുമ്പോൾ കൃഷിക്ക് അനുയോജ്യമായ മണ്ണാണോ, അതല്ലെങ്കിൽ ഒരു ഭൂമിക്ക് മുകളിൽ ഒരു വലിയ കെട്ടിടം നിർമ്മിക്കുമ്പോൾ അതിന് അനുയോജ്യമായ മണ്ണാണോ, അതൊക്കെ പരിശോധന നടത്താൻ ഇന്ന് ലാബുണ്ട്. എന്നാൽ മനുഷ്യനെ പടച്ച മണ്ണേത് എന്നത് അള്ളാഹുവിൻ്റെ ഖുർആൻ പഠിപ്പിക്കുന്നത് കാണാം. വലഖദ് ഖലഖനൽ ഇൻസാന മിൻ സ്വൽസ്വാലിൻ മിൻ ഹമഇൻ മസ്നൂൻ, കറുത്ത ചെളി കൊണ്ട് പാകപ്പെടുത്തിയാൽ മുട്ടിയാൽ ശബ്ദമുണ്ടാക്കുന്ന കളിമണ്ണിൻ്റെ സത്തയിൽ നിന്നാണ് അള്ളാഹു മനുഷ്യനെ പടച്ചത് എന്ന് അള്ളാഹുവിൻ്റെ ഖുർആൻ പഠിപ്പിക്കുകയാണ്. കറുത്ത ചെളിയെ പാകപ്പെടുത്തി മുട്ടിയാൽ ശബ്ദം കേൾക്കുന്ന അത്തരത്തിൽ മണ്ണുകൊണ്ടാണ് അള്ളാഹു മനുഷ്യനെ പടച്ചിട്ടുള്ളത്. വഇദ് ഖാല റബ്ബുക ലിൽ മലായിക, അള്ളാഹു മലക്കുകളോട് പറഞ്ഞു, ഇന്നി ഖാലിഖും ബശറ, ഞാനിതാ ഭൂമിയിൽ മനുഷ്യനെ പടയ്ക്കാൻ പോവുകയാണ്. മിൻ സ്വൽസാലിൻ മിൻ ഹമഇൻ മസ്നൂൻ, മുട്ടിയാൽ ശബ്ദമുണ്ടാകുന്ന കറുത്ത ചെളി കൊണ്ട് പാകപ്പെടുത്തിയ മണ്ണുകൊണ്ട്, കളിമണ്ണ് കൊണ്ട്
ഞാനിതാ മനുഷ്യനെ പടയ്ക്കാൻ പോകുന്നു എന്ന് മലക്കുകളോട് അള്ളാഹു സംസാരിച്ചത് അള്ളാഹുവിൻ്റെ ഖുർആനിൽ കാണാൻ കഴിയും. സഹോദരങ്ങളെ, നമ്മളുടെ വീട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്ന മൺപാത്രം അതൊന്ന് പരിശോധിച്ചു നോക്കണം. മൺപാത്രം എത്ര സൂക്ഷ്മതയോടെ, എത്ര നന്നായി, എത്രത്തോളം സൂക്ഷ്മതയിലാണ് നമ്മളതിനെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട്? അത് തൊട്ടാൽ പൊട്ടിപ്പോകും, തൊട്ടാൽ പൊട്ടിപ്പോകും. അത്രയുള്ളൂ മനുഷ്യന്മാർ. ഒരു തൊട്ടടുത്ത നിമിഷം നമ്മളുടെ കാലൊന്ന് വഴുതി വീണാൽ കഴിഞ്ഞു സഹോദര, കഴിഞ്ഞു. പിന്നീട് ഒരു പക്ഷേ എത്രയോ കൊല്ലങ്ങളായി വാട്ടർ ബെഡിൽ കഴിഞ്ഞുകൂടുന്ന മനുഷ്യരെ നമുക്ക് കാണാൻ കഴിയും. മറ്റുള്ളവരുടെ സഹായമില്ലാതെ ഒന്ന് എഴുന്നേറ്റിരിക്കാൻ, അതല്ലെങ്കിൽ ഒന്ന് കൈകാലുകളൊന്ന് ചലിപ്പിക്കാൻ പോലും കഴിയാത്തവണ്ണം നിസ്സാരനായി ദുർബലനായ മനുഷ്യനെ നമുക്ക് സഹോദരങ്ങളെ കാണാൻ കഴിയും. അത്രയ്ക്ക് ദുർബലനാണ് മനുഷ്യനെന്ന വലിയ പാഠമാണ് മണ്ണുകൊണ്ട് പടച്ച ആ മനുഷ്യൻ. എത്ര പ്രകാരം ഒരു മൺപാത്രം പൊട്ടിപ്പോകുന്നുവോ അപ്രകാരം പൊട്ടിപ്പോകാൻ മാത്രം നിസ്സാരനാണ് മനുഷ്യനെന്ന വലിയ സന്ദേശമാണ് അള്ളാഹുവിൻ്റെ ഖുർആൻ നൽകുന്നത്. അതുകൊണ്ട് മണ്ണു നൽകുന്ന സന്ദേശങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അഞ്ചാമതായി മനസ്സിലാക്കേണ്ടുന്നത് റബ്ബിനെ മറന്നുകൊണ്ടുള്ള ജീവിതം ഒരിക്കലും പാടില്ല എന്ന വലിയ സന്ദേശവും മനുഷ്യന് അള്ളാഹുവിൻ്റെ ഖുർആൻ നൽകുന്നുണ്ട്. രണ്ട് കൂട്ടുകാരെക്കുറിച്ച്, അവർക്ക് രണ്ടുപേർക്കും 2 തോട്ടങ്ങളുണ്ട്. ഒരാൾക്ക് ഏറ്റവും നല്ല നിലക്കുള്ള 2 തോട്ടത്തെ നൽകി എന്നതൊക്കെ ഇന്ന് നമ്മൾ ഓതിയ ഖുർആനിലെ സൂറത്തുൽ കഹ്ഫിലെ ആയത്തിൽ നമ്മളൊക്കെ ഓതിയവരാണ്. 2 കൂട്ടുകാരുണ്ട്, അവർക്ക് അള്ളാഹു തോട്ടത്തെ നൽകി. ഒരാൾക്ക് 2 തോട്ടത്തെ നൽകി. അവൻ സമൃദ്ധമായി ഭൂമിയിൽ കൃഷിയിറക്കി. അങ്ങനെ യഥേഷ്ടം ഏറ്റവും സുഖലോലുപനായി അവനങ്ങനെ ജീവിച്ചു വന്നപ്പോൾ റബ്ബിനെ മറന്നുകളഞ്ഞു. ഖാല ലഹു സാഹിബു, ആ സന്ദർഭത്തിൽ തൻ്റെ ചങ്ങാതിയോട് സംസാരിക്കാണ്. വഹുവ യുഹാവിറു അകഫർത ബില്ലദീ ഖലഖക മിൻ തുറാബ്, മണ്ണുകൊണ്ട് പടച്ച അല്ലാഹുവിനെ, മണ്ണുകൊണ്ട് സൃഷ്ടിച്ച റബ്ബ്, നിന്നെ സൃഷ്ടിച്ചത് മണ്ണുകൊണ്ടാണ്. ആ റബ്ബിനെ മറന്നുകൊണ്ടാണോ നീ ജീവിക്കുന്നത്? ഈ ഭൂമിയിൽ നിനക്ക് ജീവിക്കാൻ, നിനക്ക് കൃഷിയിറക്കാൻ, നിനക്ക് വീട് വെക്കാൻ, നിനക്ക് യഥേഷ്ടം ഓടി നടക്കാനുള്ള എല്ലാ സുഖങ്ങളും സൗകര്യങ്ങളും തന്ന അള്ളാഹുവിനെ മറന്നിട്ടാണോ ചങ്ങാതി നീ ജീവിക്കുന്നത് എന്ന് ആ മനുഷ്യനോട് തൻ്റെ സുഹൃത്ത് ചോദിക്കുന്നത് കാണാൻ കഴിയും. അല്ലദീ ജഅല ലക്കുമുൽ അർള മഹ്ദ, ഈ ഭൂമി അള്ളാഹു ഒരു തൊട്ടിലാക്കി എന്നതാണ് ഖുർആൻ പറഞ്ഞത്. വസലക ലക്കും ഫീഹാ സുബുല, നിങ്ങൾക്ക് ഓടി നടക്കാൻ, യഥേഷ്ടം സഞ്ചരിക്കാൻ ഭൂമിയെ വിശാലമാക്കി, ഭൂമിയിൽ വഴികളുണ്ടാക്കി. മിൻഹാ ഖലഖനാകും, അവിടാണ് ഖുർആൻ പറഞ്ഞത് നിങ്ങളെ സൃഷ്ടിച്ചതും ഈ മണ്ണിൽ നിന്നാണ്. വഫീഹാ നുഈദുകും, നിങ്ങളുടെ മടക്കവും ആ മണ്ണിൻ്റെ ഉള്ളിലേക്കാണ്, ഭൂമിക്കുള്ളിലേക്ക്. നമ്മൾ ചലനമറ്റ ഒരു മനുഷ്യനായി പിന്നീട് മയ്യത്തായി കഴിഞ്ഞാൽ ഭൂമിക്കുള്ളിലേക്ക് 6 അടി മണ്ണിലേക്ക് നമ്മളുടെ മയ്യത്തിനെ കൊണ്ടുവെക്കും എന്ന ഓർമ്മപ്പെടുത്തലാണ് അള്ളാഹുവിൻ്റെ ഖുർആൻ നൽകുന്നത്. മണ്ണിൽ നിന്നു സൃഷ്ടിച്ച ആ സൃഷ്ടി എപ്രകാരം ദുർബലനാണോ മണ്ണിലേക്കു തന്നെ തിരിച്ചു പോകേണ്ടവനാണ്. മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറതൻ ഉഖ്റാ, പിന്നീട് മറ്റൊരാവർത്തി അള്ളാഹു നിങ്ങളെ ആ മണ്ണിൽ നിന്നു തന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കും എന്ന വലിയ സന്ദേശമാണ് അള്ളാഹുവിൻ്റെ ഖുർആൻ നൽകുന്നത്. അതുകൊണ്ട് ദുർബലനായ നിസ്സാരനായ മനുഷ്യരെ ഭൂമിയിൽ അഹങ്കരിക്കരുത്. യഥാവിധി അള്ളാഹുവിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങളെ പാലിച്ചു ജീവിക്കാൻ, റബ്ബ് തന്ന അനുഗ്രഹങ്ങളെ ആസ്വദിച്ചിട്ട് നന്ദികേട് കാണിക്കുന്ന മനുഷ്യനായി ഈ ഭൂമിയിലൂടെ ജീവിക്കരുതേ എന്ന വലിയ പാഠമാണ് മണ്ണു നൽകുന്നതെങ്കിൽ സഹോദര, മണൽത്തരികളിൽ മുകളിലൂടെ നടന്നു നീങ്ങുമ്പോൾ നമ്മെ സൃഷ്ടിച്ചത് ഈ മണൽത്തരികളിൽ നിന്നാണ് എന്ന തിരിച്ചറിവിൽ എത്ര വലിയ സന്ദേശമാണ് അള്ളാഹുവിൻ്റെ ഖുർആനിൻ്റെ ആയത്തുകൾ മനുഷ്യന് സംവിധാനിക്കുന്നത്. ആ സന്ദേശത്തെ ഓർത്തുകൊണ്ടല്ലാതെ റബ്ബിനെ മറന്നുകൊണ്ടുള്ള ഒരു ജീവിതം നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. നമ്മളുടെ ഇടപാടുകൾ, നമ്മളുടെ കൊടുക്കൽ വാങ്ങലുകൾ, നമ്മളുടെ കുടുംബജീവിതം, നമ്മളുടെ തൊഴിൽ, എല്ലാ മേഖലകളിലും അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയുണ്ടാകണം. തിന്മകൾ ഉണ്ടാകരുത്. ഹറാമായ ഒരു സമ്പത്തും നമ്മളുടെ സമ്പാദ്യത്തിലേക്ക് വന്നു ചേരാൻ പാടില്ല. ഹറാമുകൾ അങ്ങനെ വാരിക്കൂട്ടി ഹറാമ് തിന്നു വളരുന്ന
സമ്പാദ്യങ്ങളാണെങ്കിൽ നമ്മൾ കൈകൾ ഉയർത്തി റബ്ബിനോട് പ്രാർത്ഥിച്ചിട്ട് എങ്ങനെ ഉത്തരം കിട്ടാൻ? അതുകൊണ്ട് ഒരാളെയും ചതിക്കുന്ന, വഞ്ചിക്കുന്ന, ഒരാളോടും കയർത്തു സംസാരിക്കുന്ന, ഒരാളെയും പറ്റിക്കുന്ന, വഞ്ചിക്കുന്ന ഒരു നിലപാടും ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്ന വലിയ സന്ദേശം കൂടി അള്ളാഹുവിൻ്റെ ഖുർആൻ നൽകുന്നുണ്ട്. അതുകൊണ്ട് റബ്ബിനെ ഓർത്ത് ആ നിലക്കൊക്കെ ജീവിക്കാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു അതിന് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അദീം ലി വലക്കും ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് സ്വന്തത്തോടെന്ന പോലെ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. മരിക്കുന്നത് വരെ എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം എന്ന് വിചാരിക്കുന്നവരാണ് മഹാഭൂരിപക്ഷവും. ഈ ചിന്ത വരാനുള്ള കാരണം മരിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ കുടുംബത്തിലുള്ള മുതിർന്ന ആളുകൾ, പ്രായം ചെന്നവർ, കാരണവന്മാർ, അവരൊക്കെ ഒരുപക്ഷെ നമ്മളുടെ കാര്യങ്ങൾ മരിച്ചതിന് ശേഷം നമുക്ക് വേണ്ട കർമ്മങ്ങളൊക്കെ ചെയ്തുകൊള്ളും എന്ന് ചിന്തിക്കുന്നവരാണ്. ഒരു മഹാവിഡ്ഢിത്തമാണ്. ഖുർആൻ പറഞ്ഞതിന് എതിരാണ്. മരിച്ചു കഴിഞ്ഞതിന് ശേഷമല്ല കർമ്മങ്ങൾ ചെയ്യേണ്ടത്. ജീവിച്ചിരിക്കുന്ന സന്ദർഭത്തിലാണ് മനുഷ്യൻ ധാരാളം അമലുകൾ ചെയ്ത് അള്ളാഹുവിലേക്ക് അടുക്കേണ്ടത്. ഒരു മനുഷ്യൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവൻ അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് കൊണ്ടുപോകാൻ അവൻ സമ്പാദിച്ച കർമ്മങ്ങൾ മാത്രമാണ്. അത് ഏതൊരു മനുഷ്യനും അവൻ്റെ മനസ്സിലെപ്പോഴും ഓർത്തു വെക്കേണ്ട ഒന്നാണ്. ഈ അടുത്ത് 1-2 ദിവസമായി ചില സംശയങ്ങൾ ചോദിച്ചപ്പോൾ അതുമായി ബന്ധപ്പെട്ട 1-2 വിഷയം സൂചിപ്പിക്കുകയാണ്. മരണാനന്തര കർമ്മങ്ങളിൽ പലപ്പോഴും മനുഷ്യർ അശ്രദ്ധരാണ്. എന്താണ് ചെയ്യേണ്ടത്? വലിയ ആശങ്കയിലാണ്. തൊട്ടടുത്ത രക്തബന്ധത്തിലെ ആളുകളൊക്കെ മരിക്കുമ്പോൾ അവർക്ക് വേണ്ടി ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടില്ലെങ്കിൽ എന്താകും എന്നൊക്കെ കരുതി പലതരത്തിലുള്ള സംശയങ്ങളും. ഇസ്ലാം പഠിപ്പിക്കാത്തതൊന്നും ചെയ്യാൻ പാടില്ല, എന്നാൽ ഇസ്ലാം പഠിപ്പിച്ചതൊക്കെ നമുക്ക് ചെയ്യേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് വരുന്ന ഖുതുബയിൽ ആ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് മനസ്സിലാക്കാം എന്നതാണ് വിചാരിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഒരു മയ്യത്ത് അവിടെ കൊണ്ടുവരുന്ന സന്ദർഭത്തിൽ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ല അലാ ജിനാസ, ഒരു മയ്യത്ത് അവിടെ റസൂലുള്ളാഹിയുടെ അടുക്കൽ കൊണ്ടുവന്നു. റസൂലുള്ളാഹി നമസ്കരിച്ചു. പിന്നീട് സുമ്മ അതാ ഖബറൽ മയ്യിത്ത്, റസൂലുള്ളാഹി ആ മയ്യത്ത് ഖബറിലേക്ക് ഇറക്കി വെച്ചു. എന്നിട്ട് അകഖബർ അവിടുന്ന് മൂടി. പിന്നീട് ഫഹസ്സ അലൈഹി മിൻ ഖിബലി റഅ്സിഹി സലാസൻ, പിന്നീട് റസൂലുള്ളാഹി ആ മയ്യത്ത് ഇറക്കി വെച്ചതിന് ശേഷം 3 പിടി മണ്ണ് വാരി ആ ഖബറിൻ്റെ മുകളിലേക്ക് റസൂലുള്ളാഹി ഇടുകയാണ്. ഇവിടെ ഹദീസിൽ മനസ്സിലാക്കിയത് മിൻ ഖിബലി റഅ്സി, മയ്യത്തിൻ്റെ തലഭാഗത്തു നിന്നാണ് റസൂലുള്ളാഹി 3 പിടി മണ്ണ് വാരിയിട്ടത്. പലപ്പോഴും ആളുകൾ ആ ഖബറിൻ്റെ ചുറ്റാകെ നിൽക്കുന്ന ഭാഗത്ത് നിന്ന് ആളുകൾ മയ്യത്തിൻ്റെക്ക് മണ്ണ് വാരിയിടുന്നത് കാണാൻ കഴിയും. അതൊരു സുന്നത്തല്ല. മറിച്ച് ഹദീസിൽ വ്യക്തമാണ് മിൻ ഖിബലി റഅ്സി, ആ മയ്യത്തിൻ്റെ തലഭാഗത്തു നിന്നാണ് മണ്ണ് റസൂലുള്ളാഹി വാരിയിട്ടിട്ടുള്ളത്. അങ്ങനെയൊക്കെ വാരിയിടുന്ന സമയം ചില വാചകങ്ങൾ, ഖുർആനിൻ്റെ ആയത്തുകൾ ആളുകൾ പാരായണം ചെയ്യുന്നത് കാണാം. ഞാനിവിടെ ഓതിയത് മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റ. ആശയം ശരിയാണ്, എന്നാൽ അവിടുന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പഠിപ്പിച്ചിട്ടില്ല. റസൂലുള്ളാഹി എത്രയോ സ്വഹാബികൾ, റസൂലുള്ളാഹി ജീവിച്ചിരിക്കുന്ന സന്ദർഭത്തിൽ റസൂലിൻ്റെ ഏറ്റവും അടുത്ത സ്വഹാബികൾ മരണപ്പെടുന്നുണ്ട്. അവിടുന്ന് ഏറ്റവും നന്നായി ബഖീഉൽ അർഖദിൽ റസൂലുള്ളാഹി ആദ്യത്തെ മയ്യത്ത് അത് കഫൻ ചെയ്ത് കൊണ്ടുപോയി അടക്കുന്നത് ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹുവിൻ്റെ മയ്യത്താണ്. അത് വളരെ വ്യക്തമാണ്. ആ സന്ദർഭത്തിലൊക്കെ റസൂലിൻ്റെ മാതൃക എന്താണോ അതാണ് ഞാൻ നിങ്ങളും സ്വീകരിക്കേണ്ടുന്നത്.
അപ്പോൾ ഇവിടെ ഹദീസിൻ്റെ കൃത്യമായി നമുക്ക് കാണാൻ കഴിയുന്നത് അത്തരമൊരു ചര്യ അവിടുന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടില്ല, അങ്ങനെ ചൊല്ലിയിട്ടില്ല. റസൂലുള്ളാഹി എന്താണോ ദീനിൽ പഠിപ്പിച്ചത് അതാകണം നമ്മളൊക്കെ സ്വീകരിക്കേണ്ടുന്നത്. അതുപോലെ ഖബർ അടക്കം ചെയ്ത് പിന്നീട് അവിടുന്ന് മാറിക്കഴിഞ്ഞാൽ കുറച്ച് ദിവസങ്ങൾ പിന്നിട്ട് കഴിഞ്ഞാൽ ഒരു അടയാളം വെക്കാറുണ്ട്, ഒരു മീസാൻ കല്ല്. അതൊരു സംശയമായി ചോദിച്ചത് കൊണ്ടാണ് ഇന്ന് ഖുതുബയിൽ ഈ ഒരു വിഷയം തന്നെ ഓർമ്മപ്പെടുത്തുന്നത്. നഹാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ യക്തുബ അല ഖബരി അലൈഹി ഷൈഉൻ. അവിടുന്ന് റസൂലുള്ള വിരോധിച്ചു ഖബറിൻ്റെ മുകളിൽ എഴുതി വെക്കുന്നത്. ഒരാൾ മരണപ്പെട്ടാൽ അയാളുടെ പേരും അയാളുടെ ഡേറ്റ് ഓഫ് ബർത്തും മരിച്ച തീയതിയും ഒക്കെ എഴുതി വെക്കുന്നത് കാണാം. റസൂലുള്ള വിരോധിച്ചു എന്നാണ് പറഞ്ഞത്. അങ്ങനെ എഴുതി വെക്കാൻ പാടില്ല. ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഖബർ അത് അടക്കി കഴിഞ്ഞപ്പോൾ റസൂലുള്ള പറഞ്ഞു, ഒരടയാളത്തിന് ഒരു കല്ല് വെക്കാം. എന്തുകൊണ്ട്? എനിക്ക് ഉസ്മാൻ്റെ ഖബറിൻ്റെ അടുക്കലേക്ക് വരണം ഒന്നറിയാൻ. അതല്ലാതെ ഇന്നത്തെ സമ്പ്രദായം പോലെ മീസാൻ കല്ലിൽ പേര് കുത്തിവെക്കുന്ന ഇന്ന കുടുംബക്കാരനാണെന്നറിയുന്ന തരത്തിലുള്ള ഒന്നും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് ഇസ്ലാം വളരെ ലളിതാണ്. നമ്മൾ ധാരാളം കാര്യങ്ങൾ അനിസ്ലാമികമായി ഒട്ടനവധി കാര്യങ്ങൾ മരണാനന്തര കർമ്മങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മളൊക്കെ ചെയ്തു പോകാറുണ്ട്. അതൊക്കെ അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്നതാണോ എന്ന് വിചാരിച്ചുകൊണ്ട് എന്ന് ചിന്തിച്ചുകൊണ്ട് എന്തെങ്കിലും ചെയ്യലല്ല. ഖുർആനും ഹദീസും പഠിപ്പിച്ചതിനപ്പുറം എന്തു ചെയ്താലും അതൊക്കെ ബാത്തിലാകും, അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകരിക്കപ്പെടില്ല. ഇൻഷാ അല്ലാഹ് കൂടുതൽ മനസ്സിലാക്കാൻ ഒരാൾ മരിക്കുന്നതും മരണവുമായി ബന്ധപ്പെട്ടും മരണത്തിന് ശേഷം ചെയ്യേണ്ടുന്നതും അങ്ങനെ മരണാനന്തര കർമ്മങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇൻഷാ അല്ലാഹ് ഇത്തരം വിഷയങ്ങൾ ചോദിച്ചതുകൊണ്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്നതുകൊണ്ട് ഇൻഷാ അല്ലാഹ് വരുന്ന 2-3 ഖുതുബകളിൽ ആ ഒരു വിഷയം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരും. പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ ഖുതുബ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പള്ളിയിലേക്ക് എത്തണം. എത്ര തിരക്കുണ്ടെങ്കിലും എല്ലാം മാറ്റിവെച്ച് അള്ളാഹുവിൻ്റെ വിളിക്കാണ്, ആ റബ്ബിൻ്റെ വിളിക്ക് ഉത്തരം ചെയ്യാൻ സഹോദരങ്ങളെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പലപ്പോഴും ഞാൻ സൂചിപ്പിക്കാറുള്ളത് പോലെ ജുമയൊക്കെ ഒരു ചടങ്ങു തീർത്ത് പോകുന്നത് പോലെ തോന്നിപ്പോവുകയാണ്. ഒരിക്കലും അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. അള്ളാഹുവിൻ്റെ വിളിക്ക് കാതോർക്കാൻ നമുക്ക് സമയം കിട്ടിയിട്ടില്ലെങ്കിൽ സഹോദര സഹോദരി, എവിടേക്കാണ് ഈ ഓട്ടം അവസാനിക്കും. ആ ഒരു ഓർമ്മപ്പെടുത്തലാണ് അള്ളാഹുവിൻ്റെ ഖുർആൻ നിരന്തരം മനുഷ്യനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കാര്യങ്ങളെ കൂടുതൽ പഠിക്കാൻ ഗ്രഹിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ജീവിതത്തിൽ സംഭവിച്ച എല്ലാ തിന്മകളും അള്ളാഹു നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. മരണം വരെ ഖുർആനും ഹദീസും മുറുകെ പിടിച്ച് ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. മരണത്തിൻ്റെ സമയം കലിമത്തു ഷഹാദ ഉച്ചരിച്ച് മരിക്കുവാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്കേവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ട മുഴുവൻ സഹോദരന്മാർക്കും അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന മുഴുവൻ സഹോദരന്മാർക്കും അള്ളാഹുവേ നീ ആജിലായ ശിഫ പ്രദാനം ചെയ്യണേ റഹ്മാനെ. ഞങ്ങളെയും അവരെയും എല്ലാവരെയും അള്ളാഹുവേ നിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നീ ഒരുമിച്ച് കൂട്ടണേ റഹ്മാനെ. ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ നീ ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യണേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബ ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. റബ്ബനാ ഇന്നനാ ആമന്നാ ഫഗ്ഫിർ ലനാ ذنوبنا وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.